എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രുദ്രാക്ഷ മാഹാത്മ്യത്തെ കുറിച്ച് കേട്ടാലോ. രുദ്രാക്ഷം എന്നാൽ രുദ്ധിനെ ദ്രവിപ്പിക്കുന്നത് എന്തോ അതാണ് രുദ്രാക്ഷം. രുദ്ധ് എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. ദ്രവിപ്പിക്കുക എന്നാൽ ഇല്ലാതാക്കുക. അപ്പൊ ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നത് എന്താണോ, ഇല്ലാതാക്കുന്നത് എന്താണോ അതാണ് രുദ്രാക്ഷം. രുദ്രാക്ഷം എന്നത് സാക്ഷാൽ പ്രപഞ്ചനാഥനായിട്ടുള്ള പരമേശ്വരന്റെ കണ്ണുകളാണെന്നാണ് സങ്കല്പം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, ലയം എന്നീ പഞ്ചകൃത്യങ്ങളുടെ നാഥനാണ് ഭഗവാൻ, സാക്ഷാൽ പരമേശ്വരൻ. അതുകൊണ്ട് തന്നെ രുദ്രാക്ഷം ധരിക്കുന്നവന് സാക്ഷാൽ പരമേശ്വരന്റെ കൃപാകടാക്ഷം സുനിശ്ചിതമായും ലഭിക്കുന്നതാണ്. പരമേശ്വരന്റെ കണ്ണുകളിൽ നിന്നും വീണ കണ്ണുനീർ തുള്ളികളാണ് രുദ്രാക്ഷമായിട്ട് മാറിയതെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് പുരാണങ്ങളിൽ കാണപ്പെടുന്നത്. അതായത് ത്രിലോകങ്ങളെയും വിറപ്പിച്ച് സംഹാര താണ്ഡവമാടിയിരുന്ന ത്രിപുരാസുരന്മാരെ നിഗ്രഹിക്കാനായി ശ്രീ പരമേശ്വരൻ സംവത്സരങ്ങളോളം കണ്ണിമ ചിമ്മാതെ തപസ് അനുഷ്ഠിച്ചു അത്രേ. അതിനുശേഷം അസുരന്മാരുടെ നിഗ്രഹത്തിന് ശേഷം അദ്ദേഹം കണ്ണ് ചിമ്മിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ തുള്ളികളാണ് രുദ്രാക്ഷങ്ങളായി മാറിയതെന്നാണ് പറയപ്പെടുന്നത്. അവയിൽ നിന്ന് 38 തരത്തിലുള്ള രുദ്രാക്ഷങ്ങളാണ് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സൂര്യനേത്രത്തിൽ നിന്നും 12ഉം സോമനേത്രത്തിൽ നിന്ന് 16ഉം തൃക്കണ്ണിൽ നിന്ന് 10 തരം രുദ്രാക്ഷങ്ങളുമാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. രുദ്രാക്ഷ കായ്ക്കുള്ളിൽ ഒരു വിത്ത് കാണപ്പെടുന്നതാണ് ഏകമുഖ രുദ്രാക്ഷം. ഇനി 2 വിത്തുകളാണ് കാണപ്പെടുന്നതെങ്കിൽ അതാണ് ദ്വിമുഖ രുദ്രാക്ഷം. വിത്തിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് മുഖങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇനി രുദ്രാക്ഷത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരാം. രുദ്രാക്ഷം ദർശിച്ചാൽ തന്നെ പുണ്യമാണ്, സ്പർശിച്ചാലോ കോടി പുണ്യമാണത്രേ. ഇനി ഇത് നമ്മൾ ധരിച്ചുവെന്നാലോ അനന്ത കോടി പുണ്യമാണ് ലഭിക്കുക. ഇനി ഇത് ധരിച്ചുകൊണ്ട് നിത്യവും ജപിക്കുകയാണെങ്കിലോ അനന്തമായ പുണ്യമാണ് നമുക്ക് ലഭിക്കുക. ഇതിനേക്കാൾ വലിയ സ്തോത്രമോ വ്രതമോ ഒന്നും തന്നെയില്ല എന്നാണ് പുരാണങ്ങൾ പോലും പറയുന്നത്. സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതാണ് രുദ്രാക്ഷം. രുദ്രാക്ഷത്താൽ നശിക്കാത്ത പാപങ്ങളില്ല എന്നാണ് വിശ്വാസം. അതായത് മാംസഭോജനം, അതുപോലെ കള്ളം പറയുക, ചണ്ടാല സഹവാസം തുടങ്ങിയ എത്ര കഠിനമായിട്ടുള്ള പാപങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ പോലും, ഇനി ഭക്തിയില്ലാതെ രുദ്രാക്ഷം ധരിക്കുന്നവനാണെങ്കിൽ പോലും അവൻ്റെ പോലും പാപങ്ങളെ കഴുകിക്കളയാനും മാത്രം അത്ര ശക്തമാണ് രുദ്രാക്ഷം. മത്സ്യം കഴിക്കുന്നവനോ മാംസം കഴിക്കുന്നവനോ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനോ, അതുപോലെ ചെയ്യരുതാത്തത് ചെയ്യുന്നവനോ കാണരുതാത്തത് കാണുന്നവനോ പറയരുതാത്തത് പറയുന്നവനോ കേൾക്കരുതാത്തത് കേൾക്കുന്നവനോ പോകരുതാത്തിടത്ത് പോകുന്നവനോ മണക്കരുതാത്തത് മണക്കുന്നവനോ ഭക്ഷിക്കരുതാത്തത് ഭക്ഷിക്കുന്നവനോ ആയ മനുഷ്യൻ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ അവന് സർവ്വ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ശൗചം ചെയ്യുമ്പോഴും മൈഥുനം ചെയ്യുമ്പോഴും എന്ന് വേണ്ട ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും രുദ്രാക്ഷം ധരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കണമെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് സത്യത്തിൽ ദേവി ഭാഗവതത്തിലാണ് രുദ്രാക്ഷ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ദേവി ഭാഗവതത്തിൽ ശ്രീ നാരദ മഹർഷിയോട് നാരായണ മഹർഷിയാണ് ഇതെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യന്മാരാകേണ്ടതുണ്ട്. അതായത് അസത്യം പറയുന്നവൻ, മദ്യപിക്കുന്നവൻ, മാംസാഹാരികൾ ഇവരൊന്നും രുദ്രാക്ഷം ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി രുദ്രാക്ഷം എന്നാൽ സ്വയമേവ അഗ്നിയാണ്. അതുകൊണ്ട് തന്നെ അത് ശുദ്ധമാണ്, പരിശുദ്ധമാണ്. അതിനെ അശുദ്ധമാക്കാൻ സാധിക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതൊരു ഭോഗാവസ്ഥയിലോ അല്ലെങ്കിൽ ഏതൊരു മോശം സാഹചര്യങ്ങളിലോ ആണെങ്കിൽ പോലും രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് പോകണം എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് സത്യത്തിൽ ശുദ്ധം നോക്കി തന്നെ ധരിക്കുന്നത് തന്നെയായിരിക്കും ഉത്തമം. കാരണം നമ്മുടെ വിധിപ്രകാരം അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ് കരുതുന്നത്. ഇനി ഈ രുദ്രാക്ഷം ധരിക്കുന്നവന് ഈ സർവ്വ പാപങ്ങളിൽ നിന്നുള്ള മോചനം സാധ്യമാണ്. രുദ്രപദം നേടാനും അവൻ യോഗ്യനായി തീരുകയാണ്. പിന്നീട് അവന് ഇനി രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് മരിക്കുന്നവനാണെങ്കിലോ അവൻ രുദ്രപദം പോകുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അവന് പുനർജന്മങ്ങൾ ഉണ്ടാവുകയില്ലത്രേ. പരമപദമായിട്ടുള്ള സാക്ഷാൽ ഭഗവാനിൽ അവൻ ലയിച്ചു ചേരുക തന്നെ ചെയ്യും. ഇനി അവൻ്റെ 21 തലമുറകളെയും പുനരുദ്ധരിക്കാൻ അല്ലെങ്കിൽ അവരെ ഉദ്ധരിക്കാൻ വേണ്ടി അവൻ രുദ്രനോടൊപ്പം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്.
പഞ്ചമുഖ രുദ്രാക്ഷത്തിനാണെന്ന് തോന്നുന്നു ഇത്തരം ശുദ്ധാശുദ്ധങ്ങളൊന്നും ബാധകമല്ല എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്. മറ്റുള്ളതിനെല്ലാം അത് ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇനി ദാനങ്ങളിൽ തന്നെ ഉത്തമമായ ദാനമാണത്രേ രുദ്രാക്ഷം ദാനം ചെയ്യുന്നത്. കാരണം അത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 4 വേദങ്ങൾ അഭ്യസിക്കുകയും പുരാണങ്ങൾ വായിക്കുകയും തീർത്ഥാടനം നടത്തുകയും സർവ്വവിദ്യകളും അഭ്യസിക്കുകയും ചെയ്താൽ എന്തൊക്കെ പുണ്യമാണോ ലഭിക്കുക, അതെല്ലാം രുദ്രാക്ഷം ധരിക്കുന്നത് വഴി നമുക്ക് ലഭ്യമാകും എന്നാണ് പറയുന്നത്. ഇനി ഇത് ആർക്കൊക്കെ ധരിക്കാം? എല്ലാവർക്കും ധരിക്കാം. വർണ്ണാശ്രമ ഭേദങ്ങളൊന്നും ഇതിനില്ല. അതായത് 4 ആശ്രമങ്ങളുണ്ടല്ലോ: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽപ്പെട്ട ഏതൊരുവനും ഭേദമില്ലാതെ ആർക്കും രുദ്രാക്ഷം ധരിക്കാം. അതുപോലെ വർണ്ണവ്യത്യാസങ്ങളൊന്നും തന്നെ ഇത് ധരിക്കുന്നതിന് ബാധകമല്ല. ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ എന്നീ 4 വർണ്ണങ്ങളിൽപ്പെട്ടവർക്കും ഏതൊരാൾക്കും രുദ്രാക്ഷം ധരിക്കാം. ഇവിടെ യാതൊരു ഭേദങ്ങളും ആർക്കും തന്നെ ഇല്ല. ഇനി ഇത് ധരിക്കുന്നവരെ പരിഹസിക്കുന്നവർ, ഇത് ധരിക്കാൻ വിമുഖത കാണിക്കുന്നവർ, ധരിക്കുന്നവരെ കണ്ട് പരിഹസിക്കുന്നവർക്കും ലജ്ജ തോന്നുന്നവർക്കും അത് വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവർക്ക് കോടി ജന്മങ്ങൾ എടുത്താൽ പോലും മോക്ഷപ്രാപ്തി എളുപ്പമല്ല, അത് അപ്രാപ്യമാണത്രേ. അത്രയും പുണ്യമാണ് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി ഒരുവൻ നേടുന്നത്. സർവ്വപാപങ്ങളെയും കഴുകി കളയുമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ രുദ്രാക്ഷത്തിൻ്റെയൊക്കെ വലിപ്പം പല വലിപ്പത്തിലുള്ള രുദ്രാക്ഷങ്ങൾ കാണാം. ചെറിയ കടലമണിയോളം വലിപ്പമുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. അതുപോലെ നല്ല വലിപ്പത്തിലുള്ള ഒരു പരിപ്പുവടയുടെയൊക്കെ വലിപ്പത്തിലുള്ള അത്രയും വലിയ രുദ്രാക്ഷങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തിൻ്റെ എണ്ണമനുസരിച്ചിട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു മുഖത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരുന്നതെന്ന്. അതുപോലെ വലിപ്പത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഈ വലിപ്പം വർദ്ധിക്കും തോറും ഇതിൻ്റെ ഗുണം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. രുദ്രാക്ഷത്തിൻ്റെ വലിപ്പം വർദ്ധിക്കും തോറും അതിൻ്റെ ഗുണങ്ങളേറും. സാളഗ്രാമൊക്കെ ആണെങ്കിൽ എത്ര ചെറുതാണോ എത്ര ചെറുതാകുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ മാഹാത്മ്യം കൂടും എന്നല്ലേ പറയാം. പക്ഷേ ഇവിടെ രുദ്രാക്ഷം എത്രമാത്രം വലിപ്പം കൂടുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫലപ്രാപ്തിയും കൂടുമെന്നാണ് പറയുന്നത്. രാത്രി ചെയ്ത പാപം പോകാൻ പകൽ രുദ്രാക്ഷം ധരിക്കാം. പകൽ ചെയ്ത പാപം പോകാനോ രാത്രിയും രുദ്രാക്ഷം ധരിക്കാം. അങ്ങനെയെങ്കിൽ എല്ലായ്പ്പോഴും രുദ്രാക്ഷം ധരിക്കുന്നവനോ അവൻ എത്ര പുണ്യം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഈ രുദ്രാക്ഷത്തെ പൂജിക്കുന്ന പക്ഷം ദരിദ്രനെ പോലും ഭൂമിയിൽ രാജാവാക്കുമെന്നാണ് പറയുന്നത്. വെറുതെ ധരിച്ചാൽ പോലും അവന് പാപമോചനമാണ് ഫലമായിട്ട് പറയുന്നത്. അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യം നോക്കുകയാണെങ്കിൽ ഇതുപോലെ അനന്തമായിട്ട് അനവധി മാഹാത്മ്യങ്ങൾ നമുക്ക് രുദ്രാക്ഷം ധരിക്കുന്നത് വഴി കാണാൻ സാധിക്കും. രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യം അതിനുള്ളിലുള്ള വിത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എത്രമാത്രം വിത്ത് അതിനുള്ളിലുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ ഫലവും കൂടും എന്നാണ് പറയപ്പെടുന്നത്. ഇനി 4 മുഖത്തിലുള്ള രുദ്രാക്ഷം വിദ്യാർത്ഥികൾക്ക് ഉത്തമമാണത്രേ. 3 മുഖമുള്ള രുദ്രാക്ഷം സുമംഗലിയായ സ്ത്രീക്ക് അനുയോജ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര എണ്ണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഇതിൻ്റെ മാഹാത്മ്യത്തിനും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഒരു രുദ്രാക്ഷം മാത്രമായോ നമുക്ക് ധരിക്കാം, അതല്ല മാലയായിട്ടും ഉപയോഗിക്കാം. ഇതിനു വേണ്ടി വൈദ്യുത ചാലകങ്ങളായ സ്വർണം, വെള്ളി ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോർത്ത് മാലയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു രുദ്രാക്ഷം മാത്രമാണ് ധരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ രുദ്രാക്ഷത്തിന് ഇത്രയേറെ മാഹാത്മ്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ അനവധി പേർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിലുള്ള രുദ്രാക്ഷം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അത് എളുപ്പമല്ല, തിരിച്ചറിയാനായിട്ട് സാധ്യമല്ല. കാരണം അനവധി വ്യാജന്മാർ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. സിറാമിക്കിലൊക്കെ തീർത്തിട്ടുള്ള അതുപോലെ പലതരത്തിലും വ്യാജമായിട്ടുള്ള രുദ്രാക്ഷം ഈ മാഹാത്മ്യമേറിയതുകൊണ്ട് തന്നെ ഇതിന് പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങളും വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രുദ്രാക്ഷം തന്നെ നോക്കി വാങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം.
ഇനി എങ്ങനെയുള്ള രുദ്രാക്ഷമാണ് ഒഴിവാക്കേണ്ടത്? അതായത് പുഴുക്കുത്തുള്ളത്, വിണ്ട് പൊട്ടിയത്, മുറിഞ്ഞു പോയത്, മുള്ളില്ലാത്തത്, ദ്രവിച്ചു പോയത്, തൊലി മൂടിയതായിട്ടുള്ള 6 ഇനം രുദ്രാക്ഷങ്ങൾ വർജിക്കേണ്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഏറ്റവും വലിപ്പം കൂടിയതും ദൃഢവും മുള്ളോടു കൂടിയതുമായിട്ടുള്ള രുദ്രാക്ഷം ശുഭഫലം നൽകുമെന്നാണ് പറയുന്നത്. സ്വതവേ ദ്വാരമുള്ളവ ഉത്തമങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ തുളച്ചെടുക്കുന്നതാണെങ്കിൽ അത് മധ്യമമായിട്ടാണ് പറയുന്നത്. ഇനി രുദ്രാക്ഷത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം, ശ്വാസകോശം, അന്തസ്രാവി ഗ്രന്ഥികൾ, രക്തചംക്രമണം, ഉപാപചയ പ്രവർത്തനങ്ങൾ ഇതിനെയെല്ലാം ക്രമീകരിക്കാൻ രുദ്രാക്ഷം ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ദിനം പ്രതി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വളരെയധികം റേഡിയേഷൻ ഉള്ളതാണ് അല്ലേ? കമ്പ്യൂട്ടർ, TV, റേഡിയോ ഇതിൽ നിന്നൊക്കെ റേഡിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മോശമായിട്ടുള്ള വികിരണങ്ങളെയെല്ലാം തടയാൻ രുദ്രാക്ഷത്തിന് സാധിക്കും. ഇനി അത് മാത്രമല്ല, ഇത് ഉത്തമമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇതിൻ്റെ സയൻറ്റിഫിക് വേർഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് രുദ്രാക്ഷം ധരിക്കുന്നത് വഴി ലഭിക്കുന്നുണ്ട്. രുദ്രാക്ഷത്തിൽ നിന്നും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്, പ്രവഹിക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എനർജിയോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഊർജ്ജപ്രവാഹമാണ്. അതുകൊണ്ട് തന്നെ ഇത് പലതരത്തിലും നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ, നമ്മുടെ ചക്രാസിനെ ക്ലെൻസ് ചെയ്യാനായിട്ട്, അതുപോലെ ഓറയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ശാരീരിക, മാനസിക, വൈകാരികമായിട്ടുള്ള തലങ്ങളിലെല്ലാം ഇതൊരു സന്തുലനാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മൾ ഈ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി. ഇനി ഇത് പലതരത്തിലുണ്ടല്ലോ, പല മുഖങ്ങളുണ്ടല്ലോ. ഏകമുഖം, പിന്നെ അങ്ങനെ ദ്വിമുഖം, അങ്ങനെ പല മുഖങ്ങളിലായിട്ടാണല്ലോ ഇത് വരുന്നത്. ഇതിൻ്റെ ഓരോന്ന് ധരിക്കുമ്പോഴും ഇതിൻ്റെ ഫലപ്രാപ്തിയും വ്യത്യസ്തമാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏകമുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപഗ്രഹം എന്ന് പറയുന്നത് സൂര്യദേവനാണ്. ഇനി ഇത് ധരിക്കുകയാണെങ്കിൽ, ഏകമുഖ രുദ്രാക്ഷം ധരിക്കുകയാണെങ്കിൽ ബ്രഹ്മഹത്യാദി പാപങ്ങൾ പോലും നിഷ്പ്രഭമായി പോകും, ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാം, ബ്രഹ്മജ്ഞാനം പോലും പ്രാപ്തമാകും. അതുമാത്രമല്ല, ഇത് ലഭിക്കാൻ എളുപ്പമല്ല, അത് വളരെ ദുർലഭമായിട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ പരബ്രഹ്മം തന്നെയാണ് ഈ ഏകമുഖ രുദ്രാക്ഷം എന്നാണ് പറയുന്നത്. ഇത് ധരിക്കുന്നത് വഴി എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സഫലമാവുകയും ഏകാഗ്രത വർദ്ധിക്കും, മനഃശാന്തി ലഭിക്കും. ഇനി സ്പിരിച്വലി എൻലൈറ്റൻഡ് ആവാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഉന്നതമായിട്ടുള്ള ബോധതലത്തിലേക്ക് ഉയരാൻ സാധിക്കും. പ്രശാന്തമായിട്ടുള്ള ജീവിതം ലഭിക്കും. ഭോഗവും മോക്ഷവും ഒരുപോലെ ലഭിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങളായിട്ട് പറയപ്പെടുന്നത്. 2 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഇത് അർദ്ധനാരീശ്വര സങ്കല്പമാണ്, അതായത് അർദ്ധനാരീശ്വര സ്വരൂപമാണ് ദ്വിമുഖ രുദ്രാക്ഷം. ഇത് വിവാഹ തടസ്സങ്ങൾ മാറാൻ, ദാമ്പത്യ സൗഖ്യത്തിന്, അതുപോലെ ബന്ധുമിത്രാദികൾക്കിടയിലുള്ള സൗഹൃദം ഊഷ്മളമാക്കാൻ എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ദ്വിമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുമാത്രമല്ല, നമ്മുടെ മനഃശക്തിക്ക്, മനസുഖത്തിന്, അഡിക്ഷന് എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ് ദ്വിമുഖ രുദ്രാക്ഷം. 3 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. അതായത് ഇത് ധരിക്കുന്നത് വഴി എല്ലാ പാപങ്ങളെയും ചാമ്പലാക്കി കളയാനായിട്ടുള്ള ഒരു ശക്തിവിശേഷം ഈ രുദ്രാക്ഷത്തിനുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, പലർക്കും ഈ ചൊവ്വാദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ജാതകത്തിലുള്ളവരുണ്ടല്ലോ, അവർക്കെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ പിതൃദോഷങ്ങളെല്ലാം അകറ്റി സന്താന സൗഖ്യം നൽകാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ ഇത് ധരിക്കുകയാണെങ്കിൽ അവർക്ക് ദാമ്പത്യ സൗഖ്യം, അതുപോലെ ദീർഘസുമംഗലി സൗഭാഗ്യം എന്നിവയെല്ലാം ലഭിച്ച് സൗഭാഗ്യവതികളായിട്ട് തീരുമെന്നാണ് പറയുന്നത്. ഇനി ഇതിന് പ്രധാനപ്പെട്ട വിശേഷ ഫലങ്ങളായിട്ട് പറയുന്നത് മുൻകോപം, ഡിപ്രഷൻ, ഭയം, നിരാശ, മടി ഇതിനെല്ലാം ഒരു പ്രതിവിധിയാണ്. അതുപോലെ രജോ ഗുണം വർദ്ധിച്ച് ഉത്സാഹവും സാമർഥ്യവും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് 3 മുഖ രുദ്രാക്ഷത്തിൻ്റെ ഫലങ്ങൾ.
നാലുമുഖ രുദ്രാക്ഷത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത്, അധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. ഇതിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് വരുന്നത് ബ്രഹ്മാവാണ്. ഇവിടെ വിദ്യാവിജയം, ഏകാഗ്രത, ഓർമ്മശക്തി ഇതെല്ലാം വർദ്ധിക്കുന്നതിന് നാലുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് അത്യുത്തമമാണ്. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ശാസ്ത്രജ്ഞർ, എഴുത്തുകാർ, കലാകാരന്മാർ, ദാർശനികരായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ പത്രപ്രവർത്തകർ, ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് നാലുമുഖ രുദ്രാക്ഷം. ഈ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി സരസ്വതി കടാക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ശരീരത്തിനും മനസ്സിനും ബലമുണ്ടാവാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. മാനസികാരോഗ്യം ഇല്ലാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ അപസ്മാര രോഗികൾക്ക് ഇത് വെള്ളത്തിലിട്ടിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വിദ്യാവിജയം, ഏകാഗ്രത, ഓർമ്മശക്തി ഇത്തരത്തിലുള്ള അനവധി ഗുണങ്ങളാണ് നാലുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി കിട്ടുക. അടുത്തത് 5 മുഖ രുദ്രാക്ഷമാണ്. ഇതിൻ്റെ അധിപഗ്രഹം എന്ന് പറയുന്നത് വ്യാഴാണ്. കാലാഗ്നി സ്വരൂപത്തിലുള്ള 5 മുഖ രുദ്രാക്ഷം മറ്റേത് രുദ്രാക്ഷം ധരിക്കുന്നതിനും പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഏറ്റവും സുലഭമായിട്ട് കണ്ടുവരുന്നതും 5 മുഖ രുദ്രാക്ഷമാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അതായത് ഈ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക്, അതുപോലെ അജീർണം, ദഹനക്കുറവ്, പിന്നെ രക്തക്കുറവ്, രക്തസമ്മർദ്ദം, പ്രമേഹം, വൃക്കരോഗങ്ങൾ, ഇവർക്കെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഹൃദ്രോഗികളും ഷുഗർ പേഷ്യൻസൊക്കെ ഇത് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം സേവിക്കുന്നത് വഴി ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ അതും വളരെ ഉത്തമമായിട്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ ദൈവാധീനം ഉണ്ടാവുന്നതിന്, ആശയവിനിമയത്തിന്, ആത്മവിശ്വാസം ലഭിക്കുന്നതിന് എല്ലാം ഈ 5 മുഖ രുദ്രാക്ഷം വളരെ യൂസ്ഫുള്ളാണ്. 6 മുഖ രുദ്രാക്ഷത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത്, അധിപഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. ഇതിൻ്റെ അധിപനായിട്ടുള്ള ദേവത എന്ന് പറയുന്നത് സാക്ഷാൽ കാർത്തികേയ സ്വാമിയാണ്. അതായത് ദേവസേനാധിപതിയായിട്ടുള്ള കാർത്തികേയ സ്വാമിയാണ്. ഇവിടെ ഏകാഗ്രത വർദ്ധിക്കുന്നതിന്, മത്സരബുദ്ധി ഇല്ലാതാക്കുന്നതിന്, അതുപോലെ ജ്ഞാനത്തിൻ്റെ എല്ലാം അതിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ 6 മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത്. ജ്ഞാനം വർദ്ധിക്കുന്നുണ്ട്, മത്സരബുദ്ധി ഇല്ലാണ്ടാക്കും, അതുപോലെ ഏകാഗ്രതയും മനോബലവും വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇനി പ്രധാനമായിട്ടും പറയുന്നത് ഇതിൻ്റെ വിവേകവും കാര്യശേഷിയും സാമർഥ്യവും ഇച്ഛാശക്തിയും വർദ്ധിപ്പിക്കുന്നു. പിന്നെ സ്വയം പ്രേരകനായിട്ട് തീരുന്നു. പിന്നെ വിശേഷ ഫലങ്ങളായിട്ട് പറയുന്നത് ഈ മാനേജർമാർ, സൂപ്പർവൈസർമാർ, പിന്നെ അതുപോലെ പ്രാപ്തിയുള്ള, അതായത് കാര്യനിർവഹണ ശേഷിക്ക് അത്തരത്തിലുള്ള ഒരു പൊസിഷനിൽ, ഡെസിഗ്നേഷൻസിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കോടതി വ്യവഹാരങ്ങളിൽ, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന്, കോടതി വ്യവഹാരങ്ങളിലുള്ള വിജയത്തിന് ഇതെല്ലാം വളരെ യൂസ്ഫുള്ളാണ് 6 മുഖ രുദ്രാക്ഷം. 7 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. ദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പോൾ എത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാൽ പോലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് ഈ രുദ്രാക്ഷം, 7 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി സാധ്യമാണ്. അതുപോലെ തന്നെ അകാല മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാനും വളരെ യൂസ്ഫുള്ളാണ്, ഫലപ്രദമാണ്. വ്യാപാരികളും ശുക്രദശ അനുഭവിക്കുന്നവരും എല്ലാം ഇത് നിർബന്ധമായിട്ടും ധരിക്കണം എന്നാണ് പറയുക. അതുമാത്രമല്ല, വെറുതെ പണപ്പെട്ടിയിൽ വെച്ചിരുന്നാൽ പോലും സമ്പത്ത് വർദ്ധിക്കും. അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് 7 മുഖ രുദ്രാക്ഷം. ഇനി ഇതിൻ്റെ ഫലങ്ങളായിട്ട് പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളിൽ ഉള്ളവർ, അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ഇവർക്കെല്ലാം ഇത് വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. 8 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപഗ്രഹം എന്ന് പറയുന്നത് രാഹുവാണ്. അതിൻ്റെ ദേവതയായിട്ട് കണക്കാക്കുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാനെയാണ്. അതുകൊണ്ട് തന്നെ വിഘ്നങ്ങളെയെല്ലാം അകറ്റി വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ രുദ്രാക്ഷം ധരിക്കുന്നത്. ഇനി നമുക്ക് കേതുർദശാകാലത്ത്, അതുപോലെ രാഹുർദശാകാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആപത്തുകൾ തടയാനായിട്ട് അതിനെല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ് ഈ രുദ്രാക്ഷം ധരിക്കുന്നത്. ത്വക്ക് രോഗം, നേത്രരോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു പ്രതിവിധിയായിട്ട് നമുക്കിത് ധരിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതാഭ്യുന്നതിക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാൻ, ഇനിയും കരാർ ജോലികളിലെല്ലാം ഏർപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഉണ്ടാകുന്ന ധനനഷ്ടങ്ങൾ തടയാൻ, ധനനാശം തടയാൻ, വാക്ശക്തി വർദ്ധിപ്പിക്കാൻ, ഇതിനെല്ലാം ഇത് വളരെ പ്രയോജനപ്രദമാണ്. അടുത്തത് രുദ്രാക്ഷാണ്, നവമുഖ രുദ്രാക്ഷാണ്. ഇതിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് പറയുന്നത് നവദുർഗമാരാണ്.
ഇതിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത്, അധിപഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ്. അപ്പോൾ ഈ നവഗ്രഹ ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഉത്തമമാണ് ഈ സമയങ്ങളിൽ ധരിക്കുന്നത്. അതുപോലെ രാഹുവിൻ്റെ ദോഷങ്ങളുള്ളവർക്ക്, ശനി ദോഷങ്ങളിലുള്ള ആളുകൾക്ക്, അവർക്കെല്ലാം വളരെ അനുയോജ്യമായിട്ടുള്ളതാണ്. ഇത് ഇടത് കയ്യിൽ ധരിക്കുന്നതാണ് അത്രയും ഉത്തമം. അതുപോലെ നമുക്ക് ഭയം നീങ്ങിക്കിട്ടാൻ, അതുപോലെ സുരക്ഷിതത്വത്തിന്, ജീവിത വിജയത്തിന്, ഇതിനെല്ലാം ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തത് 10 മുഖ രുദ്രാക്ഷാണ്. ഇതിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ജനാർദ്ദനനാണ്. പ്രത്യേകിച്ച് ഒരു അതായത് അധിപഗ്രഹം ഇതിനില്ല. മാത്രമല്ല ഇത് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ ബ്രഹ്മരക്ഷസ്, ഭൂതപ്രേത, പിശാച്, ഇത്തരത്തിലുള്ള ബാധാദോഷങ്ങളിൽ നിന്നും എല്ലാം അതിനെയെല്ലാം അകറ്റി നമുക്കൊരു സമാധാനം നൽകാനായിട്ട് 10 മുഖ രുദ്രാക്ഷം വളരെയേറെ നല്ലതാണ്. ഇത് എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും അതുപോലെ എല്ലാ ഗ്രഹങ്ങളെയും സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ നവഗ്രഹ ദോഷങ്ങൾക്ക് ഉത്തമമാണ്. അതുപോലെ വാസ്തുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ വെക്കുന്നതും വളരെയേറെ ഗുണകരമാണ്. 11 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് കണക്കാക്കുന്നത് ഹനുമാൻ സ്വാമിയെയാണ്. ഇത് ധരിക്കുന്നത് വഴി ശക്തമായ ഭാഷ കൈവശപ്പെടുത്താനായിട്ട്, അതുപോലെ സാഹസികമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന്, അപകട മരണങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന്, ജീവിത വിജയത്തിന്, ഇതിനെല്ലാം ഇത് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ധ്യാനം ചെയ്യുന്നവർ, അവർക്ക്, പ്രാസംഗികന്മാർക്ക്, ന്യായാധിപന്മാർക്ക്, ഇവർക്കെല്ലാം ഇത് വളരെ ഉത്തമമാണ്. ഇനി ഏകമുഖ രുദ്രാക്ഷം ധരിക്കുന്നവർ, അതുപോലെ 12 മുഖ രുദ്രാക്ഷം ധരിക്കുന്നവർക്കൊക്കെ അതിന് പകരമായിട്ട് ഈ 11 മുഖ രുദ്രാക്ഷം നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ആത്മവിശ്വാസത്തിനും കുലീനത്വത്തിനും, അതുപോലെ ബിസിനസ്സിലൊക്കെ സക്സസ്ഫുൾ ആവാനും വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. 12 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപഗ്രഹമായിട്ട് പറയുന്നത് സൂര്യനെയാണ്. അതായത് ഇത് ധരിക്കുന്നത് വഴി സൂര്യനെ പോലെ ശോഭിക്കുമെന്നാണ് പറയുന്നത്. 30 മുക്കോടി ദേവകളിൽ 1/3 ദേവതകളുടെ അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട് തന്നെ എവിടെയും സൂര്യനെ പോലെ ശോഭിക്കുമെന്നാണ് പറയുന്നത്. ബിസിനസ്സുകാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ഫിനാൻഷ്യലായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുക, അതുപോലെ സക്സസ് ആവുക, അവർക്കൊക്കെ 12 മുഖ രുദ്രാക്ഷം വളരെ ഹെൽപ്ഫുള്ളാണ്. 13 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപന്മാർ എന്ന് പറയുന്നത് ഇന്ദ്രനും കാമദേവനുമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാമനകളും പൂർത്തീകരിക്കാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ദ്രൻ അനുഭവിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം സിദ്ധിക്കുമത്രേ. അപ്പോൾ അത്രയും വിശേഷമാണ് ഈ 13 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത്. പേരും പ്രശസ്തി ഉണ്ടാവും. അതുപോലെ കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ 13 മുഖ രുദ്രാക്ഷം. 14 മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ധരിക്കുന്ന ആൾക്ക് നമ്മുടെ 6th സെൻസൊക്കെ വർക്ക് ചെയ്യാന്ന് പറയില്ലേ, ഒരു അന്തർജ്ഞാനം ഉണ്ടാവും. അതായത് അവർക്ക് പ്രവചിക്കാൻ സാധിക്കും പലതും, അതുപോലെ വളരെ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ, ഇത് ദേവമണി എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും വിശേഷമാണ് ഈ ഒരു രുദ്രാക്ഷം ധരിക്കുന്നത് വഴി. ഇത് ഏകമുഖ രുദ്രാക്ഷത്തിനോട് സമമാണെന്നാണ് പറയപ്പെടുന്നത്. അത്രയും വിശേഷമാണ് അത്രയും. 5 മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് 14 മുഖ രുദ്രാക്ഷത്തിനോട് സമമായിട്ടുള്ള എല്ലാം അതിനോട് സമമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുമാത്രമല്ല, രുദ്രസ്വരൂപമായിട്ടുള്ള പശുപതിയാണ് ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത്. ധനം, സൗഭാഗ്യം, ഇതെല്ലാം ലഭിക്കുന്ന, ഇത്തരം കാമനകളെല്ലാം നേടാൻ സാധിക്കുന്ന ഒന്നാണ് ഈ രുദ്രാക്ഷം. അതുമാത്രമല്ല, 1 മുതൽ 15 വരെയുള്ള, അതായത് 14 വരെയുള്ള രുദ്രാക്ഷങ്ങൾ ധരിച്ചാലുള്ള, ഒരു മാല പോലെ കോർത്ത് നമ്മൾ ധരിച്ചാലുള്ള സർവ്വ ഗുണങ്ങളും ഈ ഒരു 15 മുഖ രുദ്രാക്ഷം ധരിച്ചാൽ ലഭിക്കും എന്നാണ് പറയുന്നത്. അത്രയും സവിശേഷമാണ്. 16 മുഖ രുദ്രാക്ഷം വിജയരുദ്രാക്ഷം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയാണ്. ഇത് അതിവിശേഷമാണത്രേ. കാരണം ഇത് നമ്മുടെ വഞ്ചനകളിൽ നിന്ന്, അതുപോലെ അത്തരത്തിലുള്ള മോഷണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസാധാരണമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി ലഭിക്കുന്നത്. അതുമാത്രമല്ല, മര്യാദ പുരുഷോത്തമനായ ശ്രീരാമസ്വാമിയെ പോലെ കുടുംബജീവിതത്തിലും സമൂഹത്തിലും പ്രശസ്തിയും ബഹുമാനവും എല്ലാം നേടാനായിട്ട് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് വഴി വളരെയേറെ ഹെൽപ്ഫുള്ളാണ്.
മഹാകാളേശ്വരനായ ഭഗവാൻ ശിവൻ്റെ കടാക്ഷമുള്ളത് കൊണ്ട് തന്നെ ഇത് മരണഭയത്തെ ഇല്ലാതാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഏത് ഗ്രഹങ്ങൾ ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ ഏത് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിന്നാൽ പോലും നമുക്കതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ മഹാമൃത്യുഞ്ജയ സ്വരൂപമാണ് 16 മുഖരുദ്രാക്ഷം എന്ന് പറയുന്നത്. ഇത് മരണഭയത്തെ മാത്രമല്ല മരണത്തെ പോലും അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും അത്രേ. അടുത്തതാണ് 17 മുഖരുദ്രാക്ഷം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ദേവശില്പിയായ വിശ്വകർമാവാണ്. പെട്ടെന്നുള്ള ധനാഗമം കൊണ്ട് അതിസമ്പന്നനാവാനായിട്ട് ഹെൽപ്ഫുള്ളാണ് ഈ 17 മുഖരുദ്രാക്ഷം. സ്ത്രീകൾ ഇത് ധരിക്കുകയാണെങ്കിലോ സന്താന സൗഖ്യം, അതുപോലെ ഇഷ്ടപ്പെട്ടയാളെ വരിക്കാൻ സാധിക്കുക, ദീർഘസുമംഗലി സൗഭാഗ്യം, അതുപോലെ എല്ലാ പുരുഷാർത്ഥങ്ങളെയും നേടിക്കൊണ്ട് സർവ്വസുഖഭോഗങ്ങളിലും ലയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ 17 മുഖരുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത. അതുപോലെ കാർത്യായനി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് സാധ്യമാവുമത്രേ. 18 മുഖരുദ്രാക്ഷത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് പറയുന്നത് സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിട്ടുള്ള വസുന്ധരയാണ്. അതായത് ഇത് നമ്മൾ ധരിക്കുന്നത് വഴി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം നേടാൻ സാധിക്കും. അതുപോലെ മാരകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കും. ഇനി ഇത് വേണമെങ്കിൽ ഈ 18 മുഖരുദ്രാക്ഷം മാത്രമായിട്ട് ധരിക്കാം. അല്ലെങ്കിൽ 1 മുതൽ 18 വരെയുള്ള രുദ്രാക്ഷങ്ങൾ മാല പോലെ കോർത്ത് അത് ധരിക്കുന്നതും ഉത്തമമാണ്. ഇനി ഇത് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപത്തുകളിൽ നിന്നൊക്കെ സഹായിക്കുന്നതിനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് 18 മുഖ രുദ്രാക്ഷം. 19 മുഖരുദ്രാക്ഷത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് കണക്കാക്കുന്നത് അനന്തശായിയായ മഹാവിഷ്ണുവിനെയാണ്. ഇത് ധരിക്കുന്നത് വഴി നമ്മുടെ ഭൗതിക കാമനകളെല്ലാം പൂർത്തീകരിക്കുന്നതിനും അതുപോലെ നമ്മുടെ തെളിഞ്ഞ ബുദ്ധിയോടെ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ ശോഭിക്കുന്നതിനും നമുക്ക് വളരെയേറെ സഹായകരമാണ്. 20 മുഖരുദ്രാക്ഷം എന്ന് പറയുന്നത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപത്തെ തന്നെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ത്രിമൂർത്തികൾ, നവഗ്രഹങ്ങൾ, 10 ദിക്പാലകന്മാർ ഇവരുടെ എല്ലാം ഒരു സ്വാധീനം ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 21 മുഖത്തിൻ്റെ രുദ്രാക്ഷത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് കുബേരസ്വാമിയാണ്. ഇത് ധരിക്കുന്നവർക്ക് അണമുറിയാത്ത സമ്പത്തും ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും കുബേരസ്വാമിയുടെയും അനുഗ്രഹം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിരിക്കും. എല്ലാ അശുദ്ധികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ധരിക്കുന്നയാളെ സംരക്ഷിക്കുന്നതാണ് രുദ്രാക്ഷം. അതുകൊണ്ട് തന്നെ ഇത് മാസത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ശുദ്ധി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നാൽപ്പാമരം കഷായം ഉണ്ടാക്കാം. അതായത് നാൽപ്പാമര വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ 4-5 മണിക്കൂർ ഇട്ട് വെക്കുക. എന്നിട്ടത് തുടച്ച് വൃത്തിയാക്കിയിട്ട് എള്ളെണ്ണയിൽ ഇട്ട് വെക്കണം. ആവശ്യത്തിന് എണ്ണ അത് കുടിച്ചു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ഡ്രൈ ആക്കിയിട്ട് ഉപയോഗിക്കാം. ഇതിൽ അഴുക്കോ പൊടിയോ ഒക്കെ പറ്റാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ദിവസവും ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ 1000 വർഷത്തോളം വേണമെങ്കിലും ഇത് വളരെ സുരക്ഷിതമായിട്ട് തന്നെ നിലനിൽക്കും. അതുപോലെ ഇതിൻ്റെ ഫലസിദ്ധിക്കും യാതൊരു കുറവും സംഭവിക്കില്ല. പക്ഷേ നമ്മളത് വളരെ കൃത്യമായിട്ട് നീറ്റായിട്ട് കൊണ്ട് നടക്കുക തന്നെ വേണം. അതുപോലെ പഞ്ചഗവ്യ ശുദ്ധി വരുത്തേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ മാസത്തിലൊരിക്കൽ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക, പഞ്ചഗവ്യ ശുദ്ധി വരുത്തുക. ഇതിൻ്റെ ഫലങ്ങൾ ഇരട്ടിക്കുകയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ ലഭിക്കുന്ന രുദ്രാക്ഷം ഏതാണോ ശുദ്ധാശുദ്ധങ്ങളെല്ലാം നോക്കി തീർച്ചയായിട്ടും ധരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.